നല്ല തിരക്കുള്ളൊരു നഗരത്തിൻ്റെ ഒരു കോർണറിൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. വലിയ ബിൽഡിങ്ങാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ 3rd ഫ്ലോറിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ 6 മണിക്ക് ശേഷം ഓരോ വാഹനങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള ലേബേഴ്സൊക്കെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവസാനമായിട്ട് നമുക്ക് ഒരു 48 വയസ്സ് 50 വയസ്സ് തോന്നുന്ന ഒരു ആൾ അതിൻ്റെ ഗേറ്റ് അടയ്ക്കുന്നത് കാണാം. അദ്ദേഹം അതിൻ്റെ സെക്യൂരിറ്റിയാണ്. ഇനി അദ്ദേഹം മാത്രമാണ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. അങ്ങനെ രാത്രിയായി. അദ്ദേഹം ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ചെറിയ ഒരു ഡ്രോപ്പ് വെള്ളം വീഴുന്നത് പോലെ അദ്ദേഹത്തിന് ഇങ്ങനെ ഫീൽ ചെയ്യണം. അങ്ങനെ കുറച്ചുകൂടി അത് വിചാരിച്ച് എവിടെന്നെങ്കിലും വെള്ളം മഴ പുറത്തുണ്ടാവും, ചിലപ്പോൾ ഒന്ന് തെറിച്ച് വീണതായിരിക്കും എന്ന് കരുതി അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഉറങ്ങുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡ്രോപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നലെ മുകളിൽ 3rd ഫ്ലോറിൽ കോൺക്രീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളം ലീക്കായിട്ട് വരുന്നതാണോ എന്ന് ഇദ്ദേഹത്തിന് സംശയമായി. ഇങ്ങനെ ആൾ പെട്ടെന്ന് തന്നെ ടോർച്ചൊക്കെ എടുത്ത് മുകളിൽ പോയി. അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം മനസ്സിലായി ഇന്നലെ കണക്ട് ചെയ്തിരുന്ന ഒരു ടാപ്പിന് ഈ പവർ കൂടുതൽ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ലീക്കായിട്ട് മാറും. അങ്ങനെ അത് ലീക്കായിട്ട് മാറിയാന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ വാട്ടറിൻ്റെ അതോറിറ്റി ആളുകളെ വിളിച്ചിട്ട് ആ വാൾവ് ഇദ്ദേഹം ക്ലോസ് ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ലോഗ് ബുക്കിൽ എഴുതി വെച്ചു, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം രാവിലെ 6 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ പകൽ ഈ എൻജിനീയേഴ്സ് വരികയാണ്. എൻജിനീയേഴ്സ് വന്ന് ലോഗ് ബുക്ക് പരിശോധിച്ചു. മുകളിൽ പോയി നോക്കിയപ്പം വെള്ളം ഇങ്ങനെ ഡ്രോപ്പായ പാടുകളൊക്കെ അവിടെ കാണാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇന്നലെ രാത്രി അദ്ദേഹം ആ വാൾവ് അടയ്ക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നലെ 3rd ഫ്ലോറിൽ നമ്മൾ ചെയ്ത കോൺക്രീറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യുമായിരുന്നു, ഒലിച്ചു പോവുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ആരും വരാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. പക്ഷേ അവിടെ ഒരു ഡ്രോപ്പ് കണ്ട സമയത്ത്, തനിക്ക് അപകടം എന്ന് കണ്ട സമയത്ത് ആൾ എന്ത് ചെയ്തു, ആ ബിൽഡിങ് തൻ്റേതാണെന്നുള്ള മൈൻഡോട് കൂടിയിട്ട് ആൾ തന്നെ അത് പോയിട്ട് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ ഓണർഷിപ്പ് എന്ന് പറയാം. പ്രശ്നങ്ങൾ എപ്പോഴും വരും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആളുകളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവർ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാതെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന, ഏതൊരു കമ്പനിയും പ്രതീക്ഷിക്കുന്നത് ഒരുപാട് മാനേജേഴ്സ് ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള ഓരോരുത്തരും അതിൻ്റെ ഓണേഴ്സായിട്ട് മാറുക എന്നുള്ളതാണ്.